ഹായ് ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബേട്ടി വ്ളോഗ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സായുവിൻ്റെ റൂം ടൂർ. അപ്പോൾ ഇതൊരു റെൻറ്റഡ് അപ്പാർട്ട്മെൻറ്റിലെ ഒരു റൂം ടൂറാണ്. ഇതൊരു ചെറിയ റൂമാണ്, എങ്കിലും ഇതിനെ സ്പെഷ്യൽ ആക്കുന്ന എന്താണെന്ന് വെച്ചാൽ സായുവിൻ്റെ ഇനീഷ്യൽ ഫസ്റ്റ് 3 months സായു സ്പെൻഡ് ചെയ്തത് ഈ ഒരു റൂമിലാണ്. കണ്ട, സായുവിൻ്റെ ഫസ്റ്റ് ചിരി, ഫസ്റ്റ് പ്രോപ്പർ ഫീഡിങ്സ്, ഫസ്റ്റ് മൈൽ സ്റ്റോൺ ആയിട്ടുള്ള കമഴ്ന്ന് വീഴുന്നത്, അങ്ങനെ പലതും സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു റൂമിലാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ. റൂമിൻ്റെ ഒരു ക്വിക്ക് ഓവർവ്യൂ എന്ന് പറയുന്നത് ഇതാണ്. 2 സൈഡും വിൻഡോസ് ഉണ്ട്, പിന്നെ സെൻറ്ററിൽ തന്നെ ബെഡ് ആൻഡ് ഹിയർ ഇത് ഒരു ചെറിയ വാർഡ്രോബ് ഏരിയ ആണ്. വേറൊരു ഫൺ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാനും സായും ഒക്കെ ജനിച്ചിട്ട് ഫസ്റ്റ് തന്നെ വരുന്ന ഒരു റെൻറ്റഡ് ഹൗസിലേക്കാണ്. അപ്പോൾ നമുക്ക് ഇൻ ഡീറ്റെയിൽ ഈ ചെറിയ സ്പേസ് എങ്ങനെ സ്പെഷ്യൽ ആവുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മുറിയിലേക്ക് ഇങ്ങനെ കയറിയ ഇതാണ് നമ്മുടെ വ്യൂ. റൈറ്റ് സൈഡിലായിട്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് ആൻഡ് ഹിയർ സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു വാർഡ്രോബ് ഏരിയ ആണ്. പിന്നെ ഒട്ടും എസ്തെറ്റിക് അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഏരിയ ആണിത്. ഇവിടെ ഒരു TV എന്തോ വെച്ചിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഗ്ലാസ് പീസൊക്കെ എടുത്ത് മാറ്റിയപ്പോൾ ഇതൊരു സ്റ്റോറേജ് ഏരിയ ആണ്. ഇവിടെ എൻ്റെ കുറേ മെഡിസിൻസും കാര്യങ്ങളും, വാവയുടെ ക്ലോത്ത്സ്, ഇവിടെ നമ്മുടെ പ്രഭുവിൻ്റെ ഐറ്റംസ് ഒക്കെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു തുണി സ്റ്റാൻഡ് ഉണ്ട്. ഇപ്പോൾ റൂം ടൂർ എടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അറേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല. ഒരു നോർമൽ റൂം എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് അടുക്കി പെറുക്കി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴേക്കും ഇവിടെ ലാപ്ടോപ്പും സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ലാപ്ടോപ്പ് ഇവിടെ അല്ല വെക്കാറുള്ളത്, ജസ്റ്റ് ഇവിടെ ഇരുന്ന് പോയതാണ്. അപ്പോൾ ഇതാണ് വാവയുടെ ഒരു വാർഡ്രോബ് ഏരിയ. അപ്പോൾ ഈ ഒരു ഏജിൽ തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഒരു സ്ഥലം മതിയാവുന്നുണ്ട്. ആൻഡ് ഇവിടെ ഒരു ലോണ്ട്രി വെക്കാനുള്ള ഒരു ബാഗ്, തുണികളൊക്കെ ഇതുപോലെയല്ല, പ്രഭു ഇങ്ങനെ ആൽമരം പോലെ തൂക്കിയിടുന്നതാണ്. അത് കുറേയൊക്കെ കൊണ്ടുപോയി. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ റൂം ടൂർ എടുക്കുന്നുണ്ട്, ആൽമരം ഇവിടെ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ നമുക്ക് വിൻഡോ ഏരിയ ഉണ്ട്. സായു വരുന്നതിന് മുന്നേ ഞാൻ ടെറസിൽ പോയി നല്ല സൺസെറ്റ് കാണുമായിരുന്നു. സായു വന്നു കഴിഞ്ഞിട്ട് ഇനിഷ്യലി കുറച്ച് കാലം പുറത്തൊന്നും ഇറങ്ങിയില്ലല്ലോ, റൂമിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഈ വിൻഡോസ് ഇങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് നല്ല വ്യൂ ഉണ്ടാവും ഈവനിങ് ആകുമ്പോൾ. ഈ കോർണറാണ് ഇപ്പോൾ ഇവിടുത്തെ ഹൈലൈറ്റ്. ബേബി കോർണറാണിത്. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു ഫോട്ടോയും പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ ട്യുലിപ്പിൻ്റെ ഫ്ലവർ വേസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ സായു വന്നതിന് ശേഷം വന്നതാണ്. അപ്പോൾ വൺ ഓഫ് ദ ക്യൂട്ട് ലിറ്റിൽ കോർണറാണിത്. ഈ ഡ്രീം ക്യാച്ചർ ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതായിരുന്നു. ഈ റൂമിന് ബേബി വരുമ്പോൾ കുറച്ചൊക്കെ എസ്തെറ്റിക്സ് വേണമെന്ന് ഒരു ആഗ്രഹം വന്നപ്പോൾ ഒരു ക്യൂട്ട് ലുക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ വാങ്ങിയതാണ്. പിന്നെ ഇതൊക്കെയാണ് സായുവിൻ്റെ ടോയ്സ്. ഈ ആളും പിന്നെ ഈ മങ്കിയും അത് സായുവിൻ്റെ ഫസ്റ്റ് ടോയ്സ് ആണ്. ആകാശ് കൊണ്ടുവന്നതാണ്, സായുവിൻ്റെ മാമൻ. പിന്നെ ഈ കൃഷ്ണൻ, ചായ്മോൾ എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെയൊക്കെ കാണിക്കും. ഈ കൃഷ്ണനാണെങ്കിൽ നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ കൃഷ്ണ ഡിവോഷണൽ സോങ്സ് ഒക്കെ പ്ലേ ചെയ്യും. പിന്നെ ഇത് കണ്ടോ, ന്യൂ ബോൺ ഫ്ലാഷ് കാർഡ്സ്. ഇതിങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന ഡ്രോയിങ്സ് ആണ്. ഈ ബേബീസിന്റെ വിഷനും കോർഡിനേഷനൊക്കെ റെഡിയാക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ അത്. പിന്നെ സായുവിൻ്റെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണ്. തൽക്കാലം സെബാമെഡിൻ്റെ യൂസ് ചെയ്യുന്ന, ഹിമാലയയുടെ ഒക്കെ ഗിഫ്റ്റ് കിട്ടിയത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നമ്മൾ ആവശ്യം പോലെ എടുക്കും. പിന്നെ ഇത് ഡയപ്പർ ഏരിയ. ഈ ഓറഞ്ച് കവറിലിരിക്കുന്നത് വെള്ള തുണികൾ, വെറ്റ് വൈപ്സ്, അതൊക്കെയാണ് ഈ ഒരു കോർണർ. പിന്നെ അതെ ബെഡ്. ഇത് സായുവിൻ്റെ ഈ അടുത്ത് കിട്ടിയ ഗിഫ്റ്റാണ്. പിന്നെ ഇത് കോംബോ ആയിട്ട് നമുക്ക്
ഡ്രീം ക്യാച്ചർ. ആ ഡ്രീം ക്യാച്ചറിൻ്റെ കൂടെ കിട്ടിയതാണ്. ഇവിടെ ഇങ്ങനെ ഒരു വയലറ്റ് ലൈറ്റ് ഉണ്ട്. രാത്രി ഞങ്ങൾ ഇതിട്ടിട്ടാണ് ഉറങ്ങുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റൂം ടൂറ്. ഇത് ഭയങ്കര സിമ്പിളാണ്, എസ്തെറ്റിക് അല്ല, പിൻട്രസ്റ്റി അല്ല, ആൻഡ് ഡെഫിനറ്റ്ലി നോട്ട് പെർഫെക്റ്റ്. ഞാൻ വിചാരിച്ചെന്ന ഒരു ബേബി വരുമ്പോൾ വലിയ റൂം, ഒരുപാട് എസ്തെറ്റിക്സ്, അത് ഇത് എക്സെട്ര. പക്ഷെ ഒരു ബേബിക്ക് എസ്തെറ്റിക്സും പിൻട്രസ്റ്റിങ്ങും ഒന്നും മാറ്റർ ചെയ്യുന്നില്ല. ഇവിടെ ഒരുപാട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് Sayu can watch this video years later and see where she spent the initial months of her life. അപ്പോൾ ഗായ്സ്, ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇത്ര ഒരുങ്ങി നിൽക്കുന്നതുകൊണ്ട് ഞാനും സായുവും പോയി കുറച്ച് ഫോട്ടോ എടുത്തിട്ട് വരാം. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.